സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണം നടത്തേണ്ട ഗതികേട് ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഇതുവരെ വന്നിട്ടുണ്ടോ? നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എങ്ങും തന്നെ അത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തതായിട്ട് എൻ്റെ അറിവിൽ ഇല്ല. എന്താണ് അങ്ങനെ ചോദിക്കാൻ കാര്യം? അതായത് ബീഹാറിലെ ഗൗരാപുരം എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ RJDയുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രികയൊക്കെ കൊടുത്ത് മത്സരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി ചിഹ്നമായ റാന്തൽ വിളക്ക് തന്നെയാണ് മത്സരിക്കുന്ന ചിഹ്നവും. പക്ഷേ ഇപ്പോൾ അയാൾക്കെതിരെ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായ തേജസ്വി യാദവ്. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? വളരെ രസകരമാണ്. അത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഈ സംഭവം വലിയ ചർച്ചയായി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മഹാഗഠബന്ധൻ നമുക്കറിയാമല്ലോ, ഇന്ത്യ മുന്നണി സീറ്റ് വിഭജന ചർച്ച കുളമായിരുന്നു. അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന സമയം അടുക്കാറായിട്ട് പോലും, ആ സമയം ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ, അപ്പോൾ പോലും ഈ സീറ്റ് വിഭജനത്തിൽ അതിരൂക്ഷമായ തർക്കം തുടരുകയായിരുന്നു. ഏതാണ്ട് 143 സീറ്റിൽ RJD തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസുമായിട്ട് വഴക്കിട്ട് വലിയ പുകിലുണ്ടായി. ഇവിടെ ഈ ഗൗരാപുരം മണ്ഡലത്തിൽ RJD അവരുടെ സ്ഥാനാർത്ഥിയെ നിയോഗിച്ചു. അത് അഫ്സൽ അലി ഖാൻ എന്ന് പറയുന്ന ആളിനെയാണ് നിയോഗിച്ചത്. അദ്ദേഹം പാറ്റ്നയിൽ നിന്ന് യാത്ര ചെയ്ത് അതിനുള്ള അനുമതിയല്ല ഇവർ കൊടുത്തു. നാമനിർദ്ദേശ പത്രികയിലെല്ലാം പാർട്ടി നേതൃത്വം ഒപ്പിട്ടു. ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് ഇദ്ദേഹത്തെ മത്സരിപ്പിക്കണം എന്നുള്ള സത്യവാങ്മൂലം അടക്കമുള്ള സാധനങ്ങളെല്ലാം അദ്ദേഹത്തിന് കൊടുത്തു. അതുമായിട്ട് അദ്ദേഹം യാത്ര ചെയ്ത് ഗൗരാപുരം മണ്ഡലത്തിലെത്തി. അവിടെ വരണാധികാരിയെ കണ്ട് ഇത് നാമനിർദ്ദേശ പത്രിക അദ്ദേഹം സമർപ്പിച്ചു. ഇതിനിടയ്ക്കാണ് അവിടെ ഒരു മാറ്റം ഉണ്ടായത്. അദ്ദേഹം വന്ന് യാത്ര ചെയ്ത് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനിടയ്ക്ക് ഈ മഹാഗഠബന്ധനിൽ വീണ്ടും ഒരു തകിടം മറിച്ചിലുണ്ടായി. അങ്ങനെ ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി 2020 വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ സ്വർണ സിംഗ് എന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ച് ജയിച്ചത്. അതിനു മുമ്പ് 2010-ലും 2015-ലും JDU ജയിച്ച മണ്ഡലമാണ്. പക്ഷേ 2020 JDUവിൽ നിന്ന് ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി ഒരു അട്ടിമറി വിജയം നേടി സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. പക്ഷെ പിടിച്ചെടുത്ത സ്വർണ സിംഗ് പിന്നീട് BJPയിൽ പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ആ സീറ്റ് ശരിക്കും ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഈ അവസരത്തിൽ RJD എന്ത് ചെയ്തു? ആ സീറ്റ് ഇനി ഇവർക്ക് നൽകില്ല. കാരണം ഇവരുടെ സ്ഥാനാർത്ഥി ജയിച്ച് അവസാനം അടുത്ത തെരഞ്ഞെടുപ്പായപ്പോഴത്തേക്ക് അവർ BJPയിലേക്ക് പോയി. അതുകൊണ്ട് ഇനി ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് RJD ആ സീറ്റ് എടുക്കുകയും ഈ അഫ്സൽ അലി ഖാനെ അവിടെ മത്സരിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനിടയ്ക്ക് അവിടെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സീറ്റ് വീണ്ടും ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി സന്തോഷ് സാഹ്നിയെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നപ്പോഴാണ് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ മഹാസഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അഫ്സൽ അലി ഖാൻ അവിടെ മത്സരിക്കുന്നു എന്ന വിവരം അറിയുന്നത്. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഈ VIP വികാസ്ശീൽ ഇൻസാൻ പാർട്ടി വലിയ ബഹളമുണ്ടാക്കി. അങ്ങനെ വീണ്ടും മഹാസഖ്യം വീണ്ടും ചർച്ച ചെയ്തു, വിഷയമൊക്കെ ചർച്ച ചെയ്തിട്ട് അവർ RJD ഈ അഫ്സൽ അലി ഖാനോട് കൊടുത്ത നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, പറ്റത്തില്ല, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം കൊടുത്തത്, എൻ്റെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള അണികളും അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. അത് ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ആകെ പുലിവാലായപ്പോൾ തേജസ്വി യാദവും കൂട്ടരും വരണാധികാരിക്ക് ഒരു കത്ത് കൊടുത്തു. ഇദ്ദേഹം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയല്ല, ഇദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കരുത്, ഇദ്ദേഹം RJDയുടെ ടിക്കറ്റിലല്ല മത്സരിക്കുന്നത്, അദ്ദേഹത്തിന് RJDയുടെ ചിഹ്നം റാന്തൽ വിളക്ക് കൊടുക്കരുത് എന്ന് കത്ത് കൊടുത്തു. പക്ഷേ ഈ കത്ത് കിട്ടിയ വരണാധികാരി വിഷയം പരിശോധിച്ച് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്ന അഫ്സൽ അലി ഖാൻ കൊടുത്തിരിക്കുന്ന എല്ലാ രേഖകളും അദ്ദേഹം പരിശോധിച്ചപ്പോൾ രേഖകളെല്ലാം കറക്റ്റാണ്. കാരണം പാർട്ടി നേതൃത്വത്തിൻ്റെ അനുമതിയുണ്ട്,
പാർട്ടി നേതൃത്വം കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലമുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ വരണാധികാരി പറഞ്ഞു, തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം അനുസരിച്ച് അദ്ദേഹം RJDയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്ത എല്ലാ രേഖകളും ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം, RJDയുടെ ടിക്കറ്റിലുള്ള സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ചിഹ്നം റാന്തൽ വിളക്ക് കൊടുക്കാതിരിക്കാനും കഴിയില്ല. കാരണം അദ്ദേഹം കോടതിയിൽ പോയാൽ ഞങ്ങൾ പെട്ടുപോകും, തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പെട്ടുപോകും തീർച്ചയായും. കാരണം തോന്നുന്നത് പോലെ ചെയ്യാനുള്ളതല്ലല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനം. ഇന്ന് രാവിലെ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു, അദ്ദേഹത്തിന് അതിനുള്ള അനുമതി കൊടുക്കുന്നു, എല്ലാ രേഖകളും കൈമാറുന്നു, അദ്ദേഹം അത് പോയി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു, അവിടെ മത്സരിക്കാൻ തയ്യാറാകുന്നു. അപ്പോൾ ആണ് വേറൊരു ട്വിസ്റ്റ് അതിനകത്തുണ്ടായിട്ട്, ഒരു വഴിത്തിരിവുണ്ടായിട്ട് വേറൊരു സഖ്യത്തിലെ മുന്നണിയിലെ മറ്റൊരു പാർട്ടിക്ക് ആ സീറ്റ് കൊടുക്കുന്നത്. ഇത് സത്യത്തിൽ ശരിയാണോ? ഇവർ ചെയ്യേണ്ടിയിരുന്നത് അഫ്സൽ അലി ഖാനോട് ആദ്യം തന്നെ സംസാരിച്ച്, നിങ്ങൾ പത്രിക സമർപ്പിക്കാൻ വരട്ടെ, അല്പം ക്ഷമിക്കൂ, കുറച്ച് കാത്തിരിക്കൂ, നമുക്ക് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകണം എന്ന് പറയാമായിരുന്നു. അത് പറഞ്ഞില്ല. ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് ആ പത്രിക പിൻവലിപ്പിക്കാമായിരുന്നു. അതും അവർ ചെയ്തില്ല. അതിന് പകരം അവർ ചെയ്തത് ആ സ്ഥാനാർത്ഥിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ആൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയല്ല, ഞങ്ങൾ അനുമതി കൊടുത്തിട്ടില്ല എന്ന കത്ത് വരണാധികാരിക്ക് കൊടുക്കുകയായിരുന്നു. പക്ഷെ അതിന് യാതൊരു വിലയില്ല. കാരണം ഈ അനുമതി കൊടുത്ത രേഖകളെല്ലാം അഫ്സൽ അലി ഖാൻ ഇതോടൊപ്പം തൻ്റെ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. രേഖകൾ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരണാധികാരിക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തിനെ അഫ്സൽ അലി ഖാനെ RJDയുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച് ചിഹ്നവും അനുവദിച്ചു. പിന്നീട് ഈ പുകിലൊക്കെ ഉണ്ടാക്കിയാൽ വല്ല രക്ഷയുണ്ടോ? അങ്ങനെ ഒടുവിൽ ഗതികെട്ട് റാന്തൽ ചിഹ്നത്തിൽ RJDയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഫ്സൽ അലി ഖാനെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കും എന്ന് പറഞ്ഞ് തേജസ്വി യാദവും കൂട്ടരും ഈ ഗൗരാബോരം മണ്ഡലത്തിൽ പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അഭിമാനം ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലാണ്. കാരണം എങ്ങനെയും ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി സന്തോഷ് സാഹ്നിയെ ജയിപ്പിച്ചില്ലെങ്കിൽ അത് RJDക്ക് കനത്ത തിരിച്ചടിയാണ്. അവർക്ക് മുഖം രക്ഷിക്കാനാകില്ല. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു കഴിഞ്ഞ തവണ, അതായത് 2020 വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചയാൾ ഒടുവിൽ ആ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ എതിരാളിയായ BJPയുടെ പാളയത്തിൽ പോയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തേജസ്വി യാദവിനും ലാലുവിനും ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർക്കും ഇത് വലിയ അഭിമാന പോരാട്ടമാണ്. കാരണം അവിടെ RJDയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ പോലും അവിടെ BJPയോ NDAയുടെയോ സഖ്യം ജയിച്ചാൽ അത് കനത്ത തിരിച്ചടിയാവും. അവർക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല. കാരണം അവരെ തോൽപ്പിക്കുന്നത് ഈ RJDയുടെ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും. അദ്ദേഹം റാന്തൽ ചിഹ്നത്തിൽ മത്സരിച്ച് അഫ്സൽ അലി ഖാൻ പിടിക്കുന്ന വോട്ടുകൾ തീർച്ചയായിട്ടും ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കുന്ന ഇന്ത്യ മുന്നണി എന്ന അവകാശവാദത്തെ കടപുഴക്കി എറിയുന്ന വിജയമായിരിക്കും NDAക്ക് സമ്മാനിക്കുക. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് സത്യം പറഞ്ഞാൽ ചരിത്രത്തിലില്ലാത്തൊരു ഗതികേടിലേക്ക് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും RJDയും ചെന്ന് വീണിരിക്കുകയാണ്. കാരണം മുമ്പെങ്ങും ഒരു പാർട്ടി ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരെ ആ പാർട്ടി തന്നെ രംഗത്ത് വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ലോക്കൽ ബോഡിയിൽ വല്ലതും നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ കണ്ടു കാണാം, അങ്ങനെ സംഭവിച്ചു കാണാം, നമുക്കറിയില്ല. ഞാൻ പെട്ടെന്ന് പരിധി നോക്കിയിട്ട് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എങ്ങും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് കാണുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തതായിരിക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് ഇത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെങ്ങും ഇങ്ങനൊരു കേട്ടുകേൾവിയില്ല. ബീഹാറിൽ
അതും സംഭവിച്ചിരിക്കുന്നു. ഇന്ത്യ മുന്നണിക്കുള്ളിൽ അതും സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന, തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ ഗതികേടായി ഈ സംഭവം മാറിയിരിക്കുകയാണ്.